ക്ലാസ്സിൽ തിരിച്ചു വരാം. പക്ഷെ നെറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി, അതാണ് നിർത്തിയത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് കാർനോട്ട് സൈക്കിൾ നേരത്തെ പറഞ്ഞ കാർനോട്ട് സൈക്കിൾ ഒന്നുകൂടി വരയ്ക്കാം. കാർനോട്ട് സൈക്കിള്, സോറി, നമ്മൾ പറഞ്ഞു 1 to 2 പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ആവുന്നത്. നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ആഡ് ആവുന്നത് 1 to 2 പ്രോസസ്സിലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ T1 എന്നുള്ളത് 317 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. അതിന്റെ കൂടെ 273 ആഡ് ചെയ്തിട്ട് കെൽവിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 590 കിട്ടി. ദെൻ അടുത്ത ഒരു ടേം പറഞ്ഞിട്ടുള്ളത് ദ ഹീറ്റ് റിജക്ട്സ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 22.3 ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹീറ്റ് റിജക്ട് ആവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അടുത്ത കംപ്രഷൻ വരുന്ന സമയത്താണ് ഹീറ്റ് റിജക്ട് ആവുക. അടുത്ത കംപ്രഷൻ നടക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ് ആണ്. 3 to 4 ഏത് പ്രോസസ്സാ? 3 to 4 എന്ന് പറഞ്ഞ പ്രോസസ് ഏതാ? ഐസോതെർമൽ കംപ്രഷൻ അല്ലേ? ഐസോതെർമൽ കംപ്രഷൻ ആണ് അല്ലെ? അപ്പൊ ഐസോതെർമൽ കംപ്രഷനിലാണ് നമ്മളിവിടെ ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, സോ ഹീറ്റ് റിജക്ട് ആവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ കംപ്രഷൻ ആണ്. കാരണം അടുത്ത വർക്കിംഗ് ഫ്ലൂയിഡിനെ വീണ്ടും നമുക്ക് കംപ്രസ് ചെയ്യണം, പുതിയതായിട്ട് വന്നിട്ടുള്ള ഫ്യൂവലിനെ വീണ്ടും കംപ്രസ് ചെയ്യണം. സോ അവിടെ ബാലൻസ് ഉള്ള ഹീറ്റിനെ എക്സോസ്റ്റ് വഴി പുറത്ത് കളയാം. ഇവിടെ നമ്മൾ എക്സോസ്റ്റ് എന്ന് പറയുന്നില്ല, ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. സോ എന്തെങ്കിലും ഒരു കോൾഡ് ബോഡി അതിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഈ 3 to 4 എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്നുള്ള ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ആ സ്റ്റേജ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്ത് കളയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 4 ആണ്. സോ ഈ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T3 ആണ്. അതിവിടെ ക്വസ്റ്റ്യനിൽ T2 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യത ഉണ്ട്. T2 അല്ല, T3 ആണ് ഹീറ്റ് റിജക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 22 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു നമ്മൾ അതിനെ അഗെയിൻ 22ന്റെ കൂടെ 273 ആഡ് ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. സോ നമ്മുടെ T3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ 22 പ്ലസ് 273 ഈക്വൽ ടു 295 ആണ്. ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ കിട്ടി. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 1 മൈനസ് T3 മൈനസ് T1 അതാണ് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അവസാനം ഈ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ T2 ആയിട്ട് എടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രമേ ആ ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, T2 ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ എഫിഷ്യൻസി ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കേണ്ട. ഈറ്റ സിക്കൽ ടു 1 മൈനസ് T3 ബൈ T1 ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അതാ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ചെറിയ മിസ്റ്റേക്ക് ആണ്. അതൊന്നും നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. എഫിഷ്യൻസി ഇക്വേഷൻ 1 മൈനസ് T3 ബൈ T2 ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഈ T2 എന്നാണ് എടുത്തുള്ളത്. സോ T3 ആയിട്ട് എടുത്താൽ മതി. ഹീറ്റ് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞ കേസ് T3ക്ക് മാത്രമേ പറയുള്ളൂ. ഇതിലിവിടെ T2 ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കണേ. T2 ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. അത് പറയാനുള്ള കാരണം പറഞ്ഞു. എഫിഷ്യൻസി ഇക്വേഷൻ നമ്മൾ പറയണ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ നേരത്ത് ജസ്റ്റ് ഇവർ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കാണ്. ജനറലി ദ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി ഈസ് ടേക്കൺ ആസ് T1 ആൻഡ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ഈസ് ടേക്കൺ ആസ് T2. പക്ഷെ നമ്മൾ കാർനോട്ട് സൈക്കിൾ വരച്ചു പഠിച്ച സമയത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്ത സ്ഥലത്ത് അവിടെ T3 ആയിരുന്നു. സോ അതുകൊണ്ട് എഫിഷ്യൻസി ഇക്വേഷൻ എഴുതുന്ന സമയത്ത് T2 എഴുതണ്ട, T3 തന്നെ എഴുതിയാൽ മതി. കാരണം രണ്ടും വേറെ വേറെ ടേമുകളാണ്. ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് കൊടുത്ത ടെമ്പറേച്ചർ ആണെന്നും T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ വർക്കിംഗ് ഫ്ലൂയിഡിൽ നിന്ന് പോയ ടെമ്പറേച്ചർ ആണെന്നും നമുക്ക് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ഡയഗ്രത്തിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 എന്ന് പറയുന്ന നമ്പറിന്റെ അവിടെയാണ് നമ്മുടെ ഈ ഹീറ്റ് റിജക്ട് ആവുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എഫിഷ്യൻസി ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് T3 തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ അയച്ചെന്ന PDF കാണിച്ചിരിക്കുന്ന പോലെ ഗാമ സിക്കൽ ടു 1 മൈനസ് T2 ബൈ T1 ചെയ്യേണ്ട, T3 ബൈ T1 ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ചില ആൾക്കാർക്ക് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ റെപ്രസെന്റേഷൻ T2 ആണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ആ T2 ചെയ്യേണ്ട, T3 ചെയ്താൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ കിട്ടി. രണ്ട് ടെമ്പറേച്ചറിൽ ഇട്ട് കൊടുത്തു. ദെൻ 0.5 കിട്ടി. 0.5 കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ 100 കൂടി മൾട്ടിപ്ലൈ ചെയ്താലാണ് അതിനെ പെർസെന്റേജ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സോ ഈറ്റ സിക്കൽ ടു
50%. ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡ്യൂറിംഗ് എ കാർനോട്ട് സൈക്കിൾ ദ വർക്കിംഗ് ഫ്ലൂയിഡ് റിസീവ്സ് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 317 degree Celsius and rejects heat at a temperature of 22 degree Celsius. Find the theoretical efficiency of the cycle. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് 1 to 2 പ്രോസസ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അവിടെയാണ് നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാറ്. കാരണം നമ്മുടെ ഇനീഷ്യൽ കംപ്രഷൻ സ്റ്റേജ് ആണത്. അതിനുശേഷം 2 to 3 എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് നമ്മൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നത്. അഡയാബാറ്റിക് എക്സ്പാൻഷൻ സമയത്താണ് നമ്മൾ വർക്ക് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ദെൻ 3 to 4 ആണ് അഗെയിൻ നെക്സ്റ്റ് കംപ്രഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഐസോതെർമൽ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള ബാലൻസ് ഹീറ്റ് ഒരു കോൾഡ് ബോഡി വെച്ച് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ആ റിമൂവ് ചെയ്ത് കളയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് 3 to 4 ഇടയിലാണ്. അതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യണ ഹീറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ T3 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ 1 - T3/T1 ആണ്. സോ T3 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ T3യുടെ വാല്യൂ നമുക്കറിയാം 22 ആയിരുന്നു ഹീറ്റ് റിജക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. 22ന്റെ കൂടെ 273 ആഡ് ചെയ്തിട്ട് 295 നമ്മൾ അവിടെ കൊടുത്തു. T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റിസീവ് ചെയ്ത വർക്കിംഗ് ഫ്ലൂയിഡ് ഹീറ്റ് റിസീവ് ചെയ്ത സ്ഥലത്തെ ടെമ്പറേച്ചർ ആണ് T1. സോ ആ T1 317 ആയിരുന്നു. അതിന്റെ കൂടെ 273 ആഡ് ചെയ്തിട്ട് 590 കിട്ടി. അത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു, ആൻസർ കിട്ടി. നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.5 ആയിരുന്നു. അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, അതായത് പെർസെന്റേജിന്റെ കണക്കിലേക്ക് മാറ്റാനായിട്ട് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 50% കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. ആദ്യം ഇവിടെ ഞാനും ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഈറ്റ ഈക്വൽ ടു 1 - T2/T1 ആണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ T2 എന്ന് പറയുന്ന ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് നമ്മുടെ പ്രോസസ്സിൽ നമ്മൾ വരച്ചിട്ടുള്ള ഡയഗ്രത്തിലെ T2 അല്ല. ഇവിടെ T2 ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ ആണ്. പക്ഷെ നമ്മൾ വരച്ച് പഠിച്ച ഡയഗ്രത്തില് നമ്മൾ പഠിച്ചിരുന്നത് ഹീറ്റ് റിജക്ട് ആവുന്നത് T3 തൊട്ടിട്ടാണ്. 1, 2, 3, 4. ഇവിടെ ഈ 1 to 2 പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ആവുക. അതുപോലെ 3 to 4 പ്രോസസ്സിലാണ് ഹീറ്റ് റിമൂവ് ആവുക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ T3 ആണ് നമ്മുടെ ടെമ്പറേച്ചർ അറ്റ് ഹീറ്റ് റിമൂവിങ് സ്റ്റേജ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു എററാണ്. എറർ എന്ന് പറയാൻ പറ്റില്ല. അവർ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് റിമൂവ് ചെയ്തത് T2 ആയിട്ട് എടുത്താലും കുഴപ്പമില്ലാന്ന്. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 ടെമ്പറേച്ചറുകൾ മാത്രമാണ്. അതായത് അവർ പറയുന്ന പ്രോസസ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവരെ കൺസെപ്റ്റിലെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാണ് ഡയഗ്രാമെങ്കിൽ 1 to 2 ഈ 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിലുള്ളത്. പക്ഷെ നമ്മൾ അതിനിടയിൽ സ്റ്റേജുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ 2 ആക്കി, ഇവിടെ 3 ആക്കി, ഇവിടെ 4 ആക്കി. അതുകൊണ്ടാണ് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആയോ? എല്ലാം കൂടിയിട്ട് പ്രശ്നമായോ? ഇല്ല, ക്ലിയർ ആയി സർ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് 1 to 2 ആണ് ഇവര് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തേക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് 2 പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 1 to 2. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. അതായത് ഇവിടെ സംഭവിക്കണം എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുള്ളത്, റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്ന് അവര് പല ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് പ്രോബ്ലംസ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ വരുന്ന മിസ്മാച്ചുകളാണ്. ഓക്കെ, 3 to 4 ഞാനത് ശ്രദ്ധിച്ചില്ല, അതാണ് ഉണ്ടായത്. സോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് T1 ഉം T3 ആണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് നമ്മൾ ചൂസ് ചെയ്യണ ഡയഗ്രാം. നമുക്ക് ഇനി ഇത് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇനി വരുന്ന പ്രോബ്ലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. അത് നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻ ഈക്വൽ ടു 1 - T3/T1 ചെയ്താൽ മതി. അത്ര ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അപ്പൊ ചോദിക്കാം, ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോയാൽ മതി. ഈ സബ്ജക്റ്റിന്റെ തുടക്കത്തിൽ ഇത് ക്ലിയർ ആയി പോയില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നവും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെല്ലാം ഒബ്ജക്ഷൻ ഉണ്ടോ? മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലാവാത്തതുണ്ട് പറഞ്ഞാൽ മോശം ഒന്നല്ല കേട്ടോ. അതിപ്പോ നേരിട്ട് കാണുന്നില്ല, പ്രശ്നമൊന്നുമില്ല. ഓൺലൈൻ ആകുമ്പോൾ അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും വോയിസ് മാത്രമേ കേൾക്കുള്ളൂ. ഒന്നും മനസ്സിലാവാത്തവരുണ്ട് ഇതുവരെ? കാർനോട്ട് സൈക്കിളേ മനസ്സിലാവാത്തവരുണ്ട്? ഉണ്ടാവൂലോ? അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. പിന്നീട് ക്ലാസ് കഴിയാറാകുമ്പോ ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുടക്കത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത പ്രോബ്ലത്തിൽ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത പ്രോബ്ലം കുറച്ചുകൂടി വലുതാണ്. അത് ചെയ്താലാണ് നമുക്ക് എങ്ങനെയാണ് ഈ BMEയിൽ വരുന്ന പ്രോബ്ലങ്ങൾ ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടും. നിറയെ ഈ വോളിയത്തിന്റെയും പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെ ഒക്കെ റിലേഷൻസ് ആണ് അടുത്തത്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം വളരെ സിമ്പിൾ ആയിരുന്നു. എഫിഷ്യൻസി, തിയററ്റിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആയിരുന്നു.
നമ്മൾ രണ്ട് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറും ഹീറ്റ് റിജക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറും. ആ രണ്ട് ടെമ്പറേച്ചറുകൾ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി ദെൻ എഫിഷ്യൻസി ഇക്വേഷനിലേക്ക് കൊടുത്തു, ആൻസർ കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. ദെൻ അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം 2.2. പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി വെക്കാൻ പറ്റുമോ? ഒരു 5 മിനിറ്റിനുള്ളിൽ എഴുതി വെക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് സ്പീഡിൽ എഴുതി എല്ലാവരും പ്രോബ്ലം. ഞാൻ ഒന്ന് വായിച്ചത് ചെയ്യാം. വായിക്കണതിന്റെ കൂടെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് നന്നായി. ഓക്കെ, റെഡി? നോട്ട്ബുക്ക് എടുത്തില്ലേ? A Carnot cycle works with adiabatic compression. A Carnot cycle works with adiabatic compression ratio of 5. Adiabatic compression ratio of 5 and isothermal expansion ratio of 2. Full stop. The volume of air at the beginning of the isothermal expansion. The volume of the air at the beginning of the isothermal expansion is 0.3 meter cube. 0.3 meter cube. Full stop. If the maximum temperature and pressure is limited to 550 Kelvin, 550 Kelvin and 21 bar, comma, determine, first sub question ആണ്, determine minimum temperature in the cycle. Comma, second sub question, thermal efficiency of the cycle. അടുത്ത question, third question, pressure at all salient points. അതായത് P1 വേണം, P2 വേണം, P3 വേണം, P4 വേണം. ലാസ്റ്റ് question, work done per cycle. then അവസാനം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, take gamma equal to 1.4. Question complete ആയില്ലേ? Yes, sir. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ള ഡയഗ്രം ഉണ്ടല്ലോ, അത് ക്വസ്റ്റ്യനിൽ തരില്ല കേട്ടോ. ഈ കാർനോട്ട് സൈക്കിളിന്റെ ഈ ഡയഗ്രം ക്വസ്റ്റ്യനിൽ തരില്ല, അത് നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം? ആൻസർ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഈ ഡയഗ്രം ഒന്ന് വരയ്ക്കണം. സോ ഡയഗ്രം ഒന്ന് വരച്ചേക്ക്. പ്രഷർ വേഴ്സസ് വോളിയം ഡയഗ്രം ഒന്ന് വരച്ചേക്ക്. നമുക്ക് ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി ഡയഗ്രം കൂടി വരച്ചേക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഏതൊക്കെയാണ് ഈക്വൽ ടെമ്പറേച്ചറുകൾ, ഏതൊക്കെയാണ് ഈക്വൽ എൻട്രോപ്പികൾ എന്നുള്ള ഐഡിയ കിട്ടാനായിട്ട് ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി ഡയഗ്രം കൂടി വരച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇപ്പൊ തൽക്കാലം ഈ പ്രഷർ വേഴ്സസ് വോളിയം ഡയഗ്രം വരച്ചു വെക്കുക. സ്പീഡിൽ വരയ്ക്കണം, റഫായിട്ട് വരച്ചാൽ മതി. എല്ലാ പ്രോസസ്സുകളും ആഡ് ചെയ്യുക. 1, 2, 3, 4 ആഡ് ചെയ്യുക. ദെൻ നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തോളൂ, ഐസോതെർമൽ എക്സ്പാൻഷൻ ഏതാണ്, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, അഡയബാറ്റിക് കംപ്രഷൻ ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പൊ കാർനോട്ടിനെ പറ്റി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ ആവണം. ഈ ഡയഗ്രാം ഏത് സമയത്തും കാണാൻ പാടായിരിക്കണം. ഈ ഡയഗ്രാം പിടികിട്ടി കഴിഞ്ഞാൽ ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇത് തന്നെ നമുക്ക് മാക്സിമം ടെമ്പറേച്ചർ ഏതാണ്, മിനിമം ടെമ്പറേച്ചർ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ. ഡയഗ്രാം വരച്ചു കഴിഞ്ഞോ?
ഡയഗ്രാം വരച്ചോ? കഴിഞ്ഞൊന്ന് പറഞ്ഞോളൂ ആരേലും. കഴിഞ്ഞു സാർ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിലേക്ക് പോകട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ 5 ആണെന്നാണ് അല്ലെ? അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഡിയാബാറ്റിക് കംപ്രഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാ? ഏത് സ്റ്റേജുകളുടെ ഇടയിലാണ് അഡിയാബാറ്റിക് കംപ്രഷൻ നടക്കണേ? ഫോർത്ത് വണ്ണു അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഒരു ഡിഫറെന്റ് കളർ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം. അഡിയാബാറ്റിക് കംപ്രഷൻ നടക്കുന്നത് എവിടെയാന്നുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ, 1 to 4 ആണ് നമ്മുടെ അഡിയാബാറ്റിക് കംപ്രഷൻ. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഈ റേഷ്യോ എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സാധനത്തിന്റെ ആയിരിക്കും അല്ലെ? സാധാരണ നമ്മൾ റേഷ്യോ എന്ന് പറയുമ്പോൾ രണ്ട് സാധനത്തിനായിരിക്കും. ഇവിടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇൻ ടേംസ് ഓഫ് വോളിയത്തിന്റെ ടേംസിലാണ് പറയാം അല്ലെ? ഇൻ ടേംസ് ഓഫ് വോളിയത്തിന്റെ ടേംസിലാണ് പറയാം. അപ്പൊ ഇവിടെയുള്ള രണ്ട് വോളിയങ്ങൾ ഏതൊക്കെയാ? അഡിയാബാറ്റിക് കംപ്രഷൻ V4 V1 അല്ലെ? അപ്പൊ നമുക്ക് V4 ആണ് കമ്പാരിറ്റീവ്. ഏതാണ് വലിയ വോളിയം? വലിയ വോളിയം ഏതാ? V4 ആണ്. V1 അല്ല. V1 താഴെ നോക്കൂ. കണ്ട, V1 ഇവിടെ പുറകിലാണ്. കുറച്ചുകൂടി മുന്നോട്ടായിട്ട് നിൽക്കുന്നത് V4 ആണ്. അതിനേക്കാൾ മുന്നോട്ട് V2 ഉണ്ട്, V3 ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഏറ്റവും വലിയ വോളിയം ഏതാണ്? V4 ആണ്. നമ്മൾ ഗ്രാഫിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ആവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും വലിയ വോളിയം ഡിവൈഡർ ബൈ ചെറിയ വോളിയം. സോ ഇതാണ് നമുക്ക് 5 ആയിട്ട് തന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? V4 ബൈ V1 ആണ് നമുക്ക് 5 ആയിട്ട് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉള്ളതുണ്ടോ? ക്ലിയർ ആണ് സാർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ തിരിച്ചു എഴുതാട്ടോ. V1 ബൈ V4 ആയിട്ട് എഴുതാം. പക്ഷെ ആ സമയം നമ്മൾ എന്ത് ചെയ്താറ്? 1 ബൈ 5 ആണ് എഴുതാൻ. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ആൻഡ് ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഓഫ് 2 അല്ലെ? ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ 2 അതാണ് അടുത്ത പോയിന്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ ഇൻ ബിറ്റ്വീൻ ഏത് പോയിന്റ്സ് നടക്കണേ? ഐസോതെർമൽ എക്സ്പാൻഷൻ ഇൻ ബിറ്റ്വീൻ ഏത് പോയിന്റിന്റെ ഇടയിലാണ് നടക്കണേ? 1 to 2 ഇടയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊന്ന് വേറെ കളറിൽ മാർക്ക് ചെയ്യാട്ടോ. വൺ ടു 2 ഞാൻ ജസ്റ്റ് ഇതൊരു ഓറഞ്ച് പോലത്തെ കളർ കൊണ്ട് മാർക്ക് ചെയ്തു. 1 to 2 നടക്കുന്നത് അല്ലെ? ഇനി അതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ എങ്ങനെ എഴുതാം അതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോ? ഐസോ തെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പൊ അതിന്റെ എഴുതുമ്പോൾ എന്ത് എഴുതാം? V2 ബൈ V1 എഴുതാം അല്ലെ? അവിടെയും കാരണം എന്ന് വെച്ചാൽ V2 ആണ് ഹയർ ആയിട്ട് നിൽക്കുന്നത്, V1 ചെറുതാണ്. സോ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 2 ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ V1 ബൈ V2 എഴുതിയിട്ട് വേണമെങ്കിൽ 1 by 2 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? അപ്പൊ ആദ്യത്തെ 2 പോയിന്റ് നമുക്ക് ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. ദ വോളിയം ഓഫ് എയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ ഈസ് പോയിന്റ് 3. The volume of the air at the beginning of the isothermal expansion is. അപ്പൊ ഏത് പോയിന്റിന്റെ ഇടയിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നത്? 1 to 2 ഇടയിലാണ് അല്ലെ? അപ്പൊ നമ്മുടെ ബിഗിനിങ് എന്ന് പറയുമ്പോൾ അത് ഏത് പോയിന്റിലായിരിക്കും? ഐസോതെർമൽ എക്സ്പാൻഷന്റെ ബിഗിനിങ് എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? V1. സോ V1 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് അവിടെ അടുത്ത ഗിവൺ ഡാറ്റ കിട്ടി. V1 is equal to 0.3 മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ അത് വോളിയാന്ന് മനസ്സിലാക്കണം കേട്ടാ. വോളിയം അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പോലും യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വോളിയാന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി അടുത്ത പോയിന്റ് എന്താ പറയണ നോക്കാം. ഇഫ് ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ലിമിറ്റഡ് ടു 550 ആൻഡ് 21 ബാർ അല്ലെ? അപ്പൊ അത് ഏതായിരിക്കും? മാക്സിമം ടെമ്പറേച്ചർ എവിടെയാണ് ഉള്ളത്? നമ്മളിപ്പോ TS ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് റഫായിട്ട് TS ഡയഗ്രാം വരയ്ക്കാം. ഇതേപോലെ ഒരു സ്ക്വയർ ആയിരുന്നു, ഒരു റെക്ടാങ്കിൾ ആയിരുന്നു TS ഡയഗ്രാം അല്ലെ? അവിടെ T1 വാസ് ഈക്വൽ ടു T2 ആയിരുന്നു. ദെൻ
T3 was equal to T4 ആയിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ ഏതാ? T1, T2. T1, T2 സെയിം ആണ്. സോ ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 അല്ലെങ്കിൽ T2 ആയിട്ട് എടുക്കാം. T1 is equal to T2 ആണ്. അതുപോലെ തന്നെ T3 is equal to T4 ആണ്. കാരണം നമ്മൾ ആ ഡയഗ്രത്തിൽ നോക്കിയിട്ട് ആദ്യം പറയുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 ആണ്. സോ നമുക്ക് ഇവിടെ വീണ്ടും ഒരു ഗിവൺ ഡാറ്റ കിട്ടിയിരിക്കുകയാണ്. T1 is equal to 550 K. ഇതിന്റെ കൂടെ 273 ആഡ് ചെയ്യണോ? ടെമ്പറേച്ചറിന്റെ ഈ ടെമ്പറേച്ചറിന്റെ കൂടെ വേണ്ട, കാരണം വെച്ചാൽ കെൽവിനാണല്ലോ. കെൽവിനെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇവന് 273 ആവശ്യമില്ല. ദെൻ നമുക്ക് ഇവിടെ പ്രഷർ തന്നിട്ടുണ്ട്, എന്താണ് 21 ബാർ തന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അത് എവിടത്തെയാ? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 തന്നെയാണ് അല്ലെ? പറഞ്ഞേക്കണത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണതാണ് ഇഫ് ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് ലിമിറ്റഡ് ടു മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇവിടെ മാക്സിമം പ്രഷർ ഏതാ? P1 ആണ് അല്ലെ? PV ഡയഗ്രത്തിൽ നോക്കുമ്പോൾ മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ആണ്. സോ നമുക്ക് P1 കിട്ടി. നമുക്ക് ഈ P1 നമുക്കൊന്ന് ജസ്റ്റ് യൂണിറ്റ് മാറ്റാനുണ്ട്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ P1 ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാസിലല്ല നമ്മൾ ചെയ്യാറ്, 21 ബാസിലല്ല നമ്മൾ ചെയ്യാറ്, പകരം 21 ന്യൂട്ടൺ മീറ്ററിലാണ് നമ്മൾ ചെയ്യാറ്, മീറ്റർ സ്ക്വയർ ആണ് ചെയ്യാറ്. സോ അവിടെ ഒരു കൺവേർഷൻ ഉണ്ട്, 21 × 10⁵5 ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ? അതെങ്ങനെ വെച്ചാല് 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കൺവേർഷൻ അറിയാത്തവരാണെങ്കിൽ എഴുതിച്ചോളൂ. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ? കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ ഡാറ്റ ആയിട്ട് തന്നിട്ടുള്ളത് അല്ലെ? ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ പറഞ്ഞിട്ടുള്ളത്? മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. ഏതാ മിനിമം ടെമ്പറേച്ചർ സൈക്കിളിലുള്ളത്? സൈക്കിളിലുള്ള മിനിമം ടെമ്പറേച്ചർ ഏതാ? T.S. ഡയഗ്രം നോക്കുക. T.S. ഡയഗ്രം നോക്കുമ്പോ ഇതാണ് നമ്മുടെ മിനിമം ടെമ്പറേച്ചർ അല്ലെ? നമ്മുടെ ക്ലാസ്സിൽ ഗേൾസ് ഒക്കെ ഭയങ്കര സ്മാർട്ടാണ്, ബോയ്സ് ഒന്നും മിണ്ടണില്ല. ബോയ്സ് ആരൊക്കെയോ ചില ആൾക്കാർ മാത്രമാണ് എപ്പോഴെങ്കിലും ഒക്കെ പറയണത്. എല്ലാവരും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യുക കേട്ടാ. ഓൺലൈൻ ക്ലാസ്സിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് മാക്സിമം ആക്കി എടുക്കണം, എഫക്റ്റ്. അപ്പൊ എല്ലാവരും പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളതാണ് മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാ? T4 അല്ലെങ്കിൽ T3 അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് വെച്ചുള്ളത് T4 ആണ്, അതായത് മിനിമം ടെമ്പറേച്ചർ അല്ലെ? പിന്നെ പറഞ്ഞിട്ടുള്ള എന്താ? തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് ആണ്. ഓക്കെ, then പറഞ്ഞിട്ടുണ്ട് എന്താണ്? പ്രഷർ അറ്റ് ഓൾ സാലിയൻ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് P1 നമ്മുടെ ഇല്ലേ? ഓൾറെഡി P1 നമുക്ക് ഇവിടെ ഉണ്ട്, 21 ബാർ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 21 × 10⁵5 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് P1 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. P2 കണ്ടുപിടിക്കണം, P3 കണ്ടുപിടിക്കണം, P4 കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള എന്താ? വർക്ക് ഡൺ പെർ സൈക്കിളാണ് പറഞ്ഞിട്ടുള്ളത്, വർക്ക് ഡൺ പെർ സൈക്കിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയർ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. കാരണം വെച്ചാല് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു. ക്വസ്റ്റ്യൻ വായിച്ചതിനു ശേഷം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എഴുതിയെടുത്തു. ക്വസ്റ്റ്യന് ആവശ്യമായിട്ടുള്ള T.S. ഡയഗ്രവും PV ഡയഗ്രവും നമ്മൾ അവിടെ വരച്ചു. ദെൻ എന്നിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നത്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചതിന് ശേഷം, ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ സാധനങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. ക്ലിയർ? ഈ ഒരു പ്രൊസീജിയർ എല്ലാ പ്രോബ്ലത്തിനും ചെയ്തിരിക്കണം. അത് കാർബൺ സൈക്കിളിൽ മാത്രമല്ല, ഇനി വരുന്ന ഓട്ടോ സൈക്കിളിലാണെങ്കിലും ഡീസൽ സൈക്കിളിലാണെങ്കിലും അതിന്റെ ഡയഗ്രങ്ങളെല്ലാം കാണാപ്പാടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എങ്ങനെയാ T1 = T2 എന്ന് പറയണമെങ്കിൽ ആ T.S. ഡയഗ്രം നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് V4/V1 ആണ് ആദ്യത്തേന്ന് പറഞ്ഞു, അതുപോലെ V2/V1 ആണെന്ന് പറഞ്ഞു, ദെൻ V1 നമ്മൾ എടുത്ത് പറഞ്ഞു, T1 T2 എന്നുള്ള കാര്യം പറഞ്ഞു, ദെൻ ഗാമ, ദെൻ പ്രഷർ. ഇത്രയും കാര്യങ്ങൾ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് പ്രോബ്ലത്തേക്ക് പോകാം. ആദ്യമായി നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഏതാ അറിയോ? T4 ആണ് കണ്ടുപിടിക്കാൻ പോണേ. T4 ആണ് നമ്മുടെ മിനിമം ടെമ്പറേച്ചർ. T4 അല്ലെങ്കിൽ T3 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മളുള്ള റിലേഷൻ ആണത് ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം റിലേഷൻ ആണ്. അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോ. അഡയബാറ്റിക് പ്രോസസ്സുകൾക്ക് ഉപയോഗിക്കുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, അഡയബാറ്റിക് പ്രോസസ്സുകൾക്ക് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ വോളിയം റിലേഷൻ ആണിത്. എഴുതി വെച്ചോ. T4/T1 = V1/V4 raised to gamma -1. ഗാമ എന്ന് പറയുന്ന അഡയബാറ്റിക് ഇൻഡെക്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു, CP/CV.
സ്പെസിഫിക് വോളിയം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം അറ്റ് വോളിയം, സ്പെസിഫിക് ഹീറ്റ് അറ്റ് വോളിയം. അതിന്റെ തമ്മിലുള്ള റേഷ്യോ ആണ് ഗാമ എന്ന് പറഞ്ഞത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് സാധാരണ എയർ ഉപയോഗിക്കുന്ന എല്ലാത്തിനും കോൺസ്റ്റന്റ് വാല്യൂ ആണ്. മറ്റ് ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റിനിൽ തരും. ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ 1.4 എടുക്കാം. അപ്പൊ എഴുതിയോ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള കാര്യം തന്നെയാണ്. T4/T1 = V1/V4. ഇതിൽ എന്തൊക്കെ നമുക്കറിയാം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? T4 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? T4 കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്താൽ മതി? ഈ T1 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. T1 ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ തന്നെ V1/V4 ഇൻറ്റു γ-1. എന്തൊക്കെ നമുക്ക് അറിയാം? T1 അറിഞ്ഞൂടെ? 550 അറിയാം. V1/V4 അറിയോ? V1 അറിയോ? V1 അറിയാം, പക്ഷെ V4 അറിയില്ല അല്ലെ? V1 അറിയാം, പക്ഷെ V4 അറിയില്ല. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി വേറൊരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, V4/V1 നമ്മുടെ കംപ്രഷൻ റേഷ്യോ = 5 ആണ്. അല്ലെങ്കിൽ V1/V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആയിട്ട് എടുക്കാം എന്നുള്ള കാര്യം നമ്മളിവിടെ തുടക്കത്തിൽ ഗിവൺ ഡാറ്റ എഴുതുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് റേഷ്യോ ആണ് അല്ലെ? V4 നമുക്ക് അറിയില്ല സെപ്പറേറ്റ്. അപ്പൊ നമുക്ക് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ റേഷ്യോ അറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ റേഷ്യോ അവിടെ കൊടുക്കാം. 1/5 കൊടുത്തു. ദെൻ റേസ് ടു എന്നുള്ളത് 1.4 -1 കൊടുത്തു. ദെൻ ഫൈനൽ ആൻസർ നമുക്ക് നിങ്ങൾ ചെയ്തോ കേട്ടോ അവിടെ ഇരുന്നിട്ട് 288.92 Kelvin. ഓക്കെ, ഈ ആൻസർ ശരി തന്നെയല്ലോ? നോക്കിക്കേ, 288.9 Kelvin ശരി തന്നെയാണോ? കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ പാരലൽ ആയിട്ട് ചെയ്തോളൂ. ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ചില പ്രിന്റിംഗ് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഫൈനലി നമുക്ക് T4 കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ മിനിമം ടെമ്പറേച്ചർ കിട്ടിയിരിക്കുകയാണ്. T4 എന്ന് പറഞ്ഞത് നമുക്കറിയാം 288.92 Kelvin ആണെങ്കിൽ T3 എന്ന് പറയണം ഇത് സെയിം ആയിരിക്കും അല്ലെ? 288.92 Kelvin തന്നെ ആയിരിക്കും. നമുക്ക് സുഖല്ലേ? അപ്പൊ ഒറ്റ വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ കണ്ടുപിടിച്ച് നമുക്ക് 2 ടെമ്പറേച്ചർ കിട്ടി. ക്ലിയർ ആയല്ലോ? ഡൗട്ടില്ലല്ലോ? ഡൗട്ടുകളില്ലല്ലോ? ഓക്കെ, ഞാൻ അടുത്തേക്ക് പോവാണ്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി ആണ്. നേരത്തെ പറഞ്ഞ പോലെ 1 - T3/T1 ആണ്. T3 നമുക്കറിയാം, T1 നമുക്കറിയാം. എഫിഷ്യൻസി ഈസി ആയിട്ട് കിട്ടി, 47.47. ക്ലിയർ? ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അടുത്ത് P2 എന്ന് പറയുന്ന പ്രഷറാണ്. P2 എന്ന് പറയുന്ന പ്രഷറാണ് നമ്മൾ അടുത്ത് അൺനോൺ ആയിട്ടുള്ളത്. P1 നമുക്കറിയാം, P2 അറിയില്ല, P3 അറിയില്ല, P4 അറിയില്ല. സോ P1ഉം P2 തമ്മിലുള്ള റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് ഐസോതെർമൽ പ്രോസസ്സിനുള്ള റിലേഷൻ ആണ്. നേരത്തെ അഡയാബാറ്റിക് റിലേഷനാണ് ഗാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇവിടെ ഐസോതെർമൽ ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. P1/V1 = P2/V2. ക്ലിയർ ആയിട്ട് കിട്ടി. വളരെ സിമ്പിൾ ഇക്വേഷൻ. ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആണ്. അതായത് രണ്ട് പ്രഷറുകളും രണ്ട് വോളിയങ്ങളും തമ്മിലുള്ള റിലേഷൻ ആണ്. P1/V1 = P2/V2. ആ റിലേഷനിൽ നമുക്ക് P2 കണ്ടുപിടിക്കാനായിട്ട് P1/V1/V2 ആ V2ന്റെ താഴ്ത്തി കൊടുന്നു റീഅറേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ എഫിഷ്യൻസി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതാണ് ഞാൻ ജസ്റ്റ് സ്കിപ്പ് പറഞ്ഞു പോയത്. നമ്മുടെ ക്ലാസ് ടൈം കഴിയാറായി, അതുകൊണ്ടാണ്. എഫിഷ്യൻസി വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? P2 കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലാണ് അടുത്തത്. അവിടെ നമ്മൾ പറയണത് P1/V1 = P2/V2 എന്നുള്ള റിലേഷൻ ഉണ്ട്. ഇവിടെ ഐസോതെർമൽ പ്രോസസ്സിലുണ്ട്. അതിന് നമുക്ക് P2നെ റീഅറേഞ്ച് ചെയ്തു. അവിടെ നമുക്ക് എന്തുണ്ട്? V2/V1 എന്ന് പറഞ്ഞുള്ള ടൈം ഉണ്ട്. V2/V1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐസോ തെർമൽ എക്സ്പാൻഷന്റെ കംപ്രഷൻ റേഷ്യോ ആണ്. അത് 2 നമ്മുടെ ഓൾറെഡി ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V2 = 2V1 എന്ന് അറിയാൻ പറ്റും. ഈ V1 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ V2 = 2V1 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇക്വേഷൻ നമ്മുടെ മറ്റേ മെയിൻ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അവിടെ എന്തുണ്ടായി? P2 = P1 × V1 by അഗെയിൻ V2ന് പകരം 2V1 വന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. സോ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആൻസർ, സോറി, V1 നമുക്ക് ഓൾറെഡി V1 കട്ട് ചെയ്ത് കളയല്ല ചെയ്തത്. V1 നമുക്ക് അറിയാം, അതുകൊണ്ട് നമ്മൾ അവിടെ കൊടുത്തു. V1 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം, വേണ്ട, നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് V2 കിട്ടി ഈസി ആയിട്ട് അല്ലെ? V2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. എങ്ങനെ കിട്ടി? V2 എന്ന് പറയുന്ന പോയിന്റ് 2 × V1 ആണ്.
സോ 2 ഇൻറ്റു V1 നമുക്ക് ഓൾറെഡി അറിയാം. സോ അവിടെ 0.6 മീറ്റർ ക്യൂബ് ആണ് V2 എന്ന് കിട്ടി. അത് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇക്വേഷൻ 1 ആണെങ്കിൽ ഈ കിട്ടിയ വാല്യൂസ് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഇക്വേഷനിലെ ഇതാണ് ഇക്വേഷന്റെ ഫോർമാറ്റ് ഇതാണ്. P2 = P1 ഇൻറ്റു V1 ഡിവൈഡഡ് ബൈ V2 ആണ് ഇക്വേഷന്റെ ഫോർമാറ്റ്. P1 നമുക്കറിയാം 21 ഇൻറ്റു 10⁵ ആണ് ഇൻറ്റു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. ഇൻറ്റു V1 എന്നുള്ളത് 0.3 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം, അത് ഇട്ട് കൊടുത്തു. ദെൻ ഫൈനലി V2 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. V2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു V1 ആയിരുന്നു. സോ നമുക്ക് 0.6 കിട്ടി. ആ ആൻസർ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം P2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് 10.5 ബാർ അല്ലെങ്കിൽ 10.5 ഇൻറ്റു 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണെന്നുള്ളത് ആൻസർ കിട്ടി. അപ്പൊ നമ്മളുടെ P2 എന്ന് പറയുന്ന വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. P2 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അടുത്ത് നമുക്ക് അഡയാബാറ്റിക് പ്രോസസ് ആണ്. അടുത്ത് 2 to 3 നമുക്ക് അടുത്ത് P2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ P3 കണ്ടുപിടിക്കണം. സോ P3 കണ്ടുപിടിക്കാൻ നമ്മൾ അഡയാബാറ്റിക് പ്രോസസ്സിലാണ് P3 കിടക്കുന്നത്. അഡയാബാറ്റിക് പ്രോസസ്സിൽ P3യുടെയും അതായത് പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും റിലേഷൻ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നേരത്തെ പോലെ P1 V1 = P2 V2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ പോലെ തന്നെ അഡയാബാറ്റിക്കിലാകുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുള്ളതാണ്. P2 നമുക്കറിയാം, T3 നമുക്കറിയാം, T2 നമുക്കറിയാം, ഗാമയുടെ വാല്യൂ അറിയാം. എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, P3 കണ്ടുപിടിക്കാം. ഓക്കെ, ജസ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ P2നെ മാത്രം നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, P3 = P2നെ അങ്ങോട്ട് കൊണ്ടുപോവുക, T3/T2. ആ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഗാമ -1 അതിലിട്ട് കൊടുത്തപ്പോൾ ആൻസർ കിട്ടി, P3 കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി, P2 ഉം P3 ഉം കിട്ടി. ജസ്റ്റ് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, P4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അഗെയിൻ P4 എടുക്കുന്നത് അഡയാബാറ്റിക് പ്രോസസ്സിലാണ്. അഡയാബാറ്റിക് പ്രോസസ്സിന്റെ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തു. അവിടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇവിടെ നമുക്ക് P1 അറിയാം, T4 അറിയാം, T1 അറിയാം, ഗാമ അറിയാം. സോ P4 = P1 ഇൻറ്റു T4/T1 ഓൾ റൈസ് ടു ഗാമ/ഗാമ -1 എന്നുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P4 കിട്ടി. അഡയാബാറ്റിക് പ്രോസസ്സിലും ഐസോതെർമൽ പ്രോസസ്സിലും വരുമ്പോൾ ഇക്വേഷൻ ഉണ്ടാവുന്ന റിലേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആദ്യത്തെ ക്ലാസ് പറഞ്ഞപ്പോൾ റിലേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ റിലേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെക്കണം. അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓരോ പ്രഷറും ടെമ്പറേച്ചർ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ ഹീറ്റ് സപ്ലൈ ഡ്യൂറിംഗ് തെർമൽ പ്രോസസ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്, ഹീറ്റിന്റെ ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് വേഗം ക്ലാസ് തീർക്കാം. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസ് അറിയണതാണ്. P1 അറിയാം, V1 അറിയാം, LN നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാനായിട്ട് സാധിക്കും. V2 അറിയാം, V1 അറിയാം, V2/V1ന്റെ റേഷ്യോ അറിയാം. അതിലിട്ട് കൊടുത്ത് നമ്മൾ ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷൻ കിട്ടി. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ്, നമ്മുടെ 1 to 2 സ്റ്റേജിലാണ് ഹീറ്റ് സപ്ലൈഡ്. അതാണ് Q12 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതൊക്കെ ഇക്വേഷൻ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, എവിടേക്കും മാറുന്നില്ല, എപ്പോഴും മാറുന്നില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ അടുത്ത ഹീറ്റ് റിജക്റ്റഡിന്റെ ഇക്വേഷൻ എന്താണ്, Q34 ആണ്. അത് ഈ പറഞ്ഞ P3 അറിയാം, V3 അറിയാം, V4 അറിയാം, V2 അറിയാം. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് ഡയറക്റ്റ് ഈ ബാക്കി വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ Q4 കിട്ടും. എല്ലാ വാല്യൂസും അറിയണതാണ്. അങ്ങനെ നമ്മുടെ Q34 നമുക്ക് കിട്ടി. അപ്പൊ അതിൽ ചിലപ്പോ ഈ പറഞ്ഞ മാതിരി വോളിയം റേഷ്യോസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അതൊക്കെ ഈസിയാണ്. V2/V1 നമുക്ക് അറിയണ റേഷ്യോ ആണ്, V4/V1 അറിയണ റേഷ്യോ ആണ്. അത് അങ്ങോട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്, ഇപ്പൊ ഇവിടെ കിടക്കുന്നത് V4/V3 ആണ്. V4/V3 കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്തിട്ട് കിട്ടാം. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മുടെ ഉണ്ടാകുന്ന റേഷ്യോ ഇങ്ങനെയാണ്, V2/V1 = V3/V4 ആയിരുന്നു. അതിനെ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം അതായത് മൊത്തം അതിനെ ഇൻവേഴ്സ് ചെയ്ത പോലെ ആക്കിയിട്ട് V4/V3 = V1/V2 പോലെ ആക്കി. V1/V2 ആണെങ്കിൽ നമ്മുടെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, 1/2 ആയിട്ട് എഴുതിയിട്ട് ഇവിടുത്തെ ആ റേഷ്യോ കിട്ടി. ഈ റേഷ്യോ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഓക്കെ, അത് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ എന്തായി, അഗെയിൻ നമുക്കൊരു ഹീറ്റ് റിജക്റ്റഡ് കിട്ടി. ഹീറ്റ് റിജക്റ്റഡ് ചെയ്തപ്പോൾ അതിന്റെ ആൻസർ മൈനസ് ആയിട്ടാണ് വരിക. ഹീറ്റ് റിജക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി. ഹീറ്റ് റിജക്റ്റഡിന്റെ 222.74 കിലോ ജൂൾസ് ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ഫൈനൽ കണ്ടുപിടിക്കാനുള്ളത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എളുപ്പമാണ്. ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് വർക്ക് ഡൺ.
സോ അത് ചെയ്തപ്പോൾ ഈ 437 ആയിരുന്നു ഹീറ്റ് റിജക്റ്റഡ്. അതായത് ഹീറ്റ് സപ്ലൈഡ് 1 to 2, ദെൻ Q 3 to 4. ഹീറ്റ് റിജക്ട് ചെയ്ത സ്റ്റേജ് 3 to 4 ആയിരുന്നു. അത് രണ്ടും കൂടി ചെയ്തപ്പോൾ എന്തുണ്ടായി, ഈസി ആയിട്ട് ആൻസർ കിട്ടി. ദെൻ ഫൈനൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 208.26 കിലോ ജൂൾ ആണ്. ഇതിന്റെ റെക്കോർഡർ ക്ലാസ് നിങ്ങൾക്ക് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കി കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവും. ഇതുവരെയുള്ളതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, സോറി. എല്ലാവരും അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? കുറച്ച് സ്പീഡാക്കി, കാരണം വേറെ ഒന്നും വലിയ കാര്യമായിട്ട് അതിന്റെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റേഷ്യോ മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ. അതെല്ലാം ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വേഗം കൺക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു, അതിന്റെ ഗിവൺ ഡാറ്റകൾ എഴുതി, ദെൻ അതിനുശേഷം 2 ഡയഗ്രാം വരച്ചു, ദെൻ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. T4 ഈറ്റ, P2 P3 P4 W, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. T4 കണ്ടുപിടിക്കാനായിട്ട് അഡിയാബാറ്റിക് പ്രോസസ്സിലെ ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം റിലേഷനിൽ ഇട്ട് കൊടുത്തിട്ട് T4 കണ്ടുപിടിച്ചു. ദെൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ഈറ്റ = 1 - T3/T1 എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിച്ചു. ദെൻ P2 കണ്ടുപിടിക്കാനായിട്ട് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് സിമ്പിൾ ഇക്വേഷൻ ആയിട്ടുള്ള P1 V1 = P2 V2 എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് P2 കണ്ടുപിടിച്ചു. ദെൻ P3 കണ്ടുപിടിക്കാൻ അഡിയാബാറ്റിക് പ്രോസസ് ആയിട്ടുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ റിലേഷനിൽ ഇട്ട് കൊടുത്തിട്ട് P3 കണ്ടുപിടിച്ചു. ദെൻ P4 കണ്ടുപിടിച്ചു. അഗെയിൻ അഡിയാബാറ്റിക് പ്രോസസ് എടുത്തു, അതിന്റെ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ബാക്കി എല്ലാം ഇട്ട് കൊടുത്തിട്ട് P4ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ ഫൈനലി 2 Q കണ്ടുപിടിക്കുകയാണ്. Q ഒന്ന് ഹീറ്റ് റിജക്റ്റഡും ഒന്ന് ഹീറ്റ് സപ്ലൈഡും ആണ്. ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷനിൽ വരുമ്പോൾ Q1 to 2 ആണ് വേണ്ടത്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട പ്രഷർ ആൻഡ് വോളിയം എന്ന് പറയുന്നത് P1 V1 ആണ്. ദെൻ ലോഗ് റേഷ്യോ ബിറ്റ്വീൻ ഐസോതെർമൽ എക്സ്പാൻഷന്റെ റേഷ്യോ നമ്മൾ അവിടെ കൊടുക്കണം. അതും കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഹീറ്റ് കിട്ടി. ഹീറ്റിന്റെ ഇക്വേഷൻ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഫൈനലി ഹീറ്റ് റിജക്റ്റഡ്, ഈ റിജക്റ്റഡിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കി, അതും Q34 = P3 V3 ലോഗ് P4 V3 ആണ്, അതും കൊടുത്തു. ദെൻ ഇക്വേഷൻ ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു എക്സ്പാൻഷൻ റേഷ്യോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ദെൻ ഫൈനലി വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് അത് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ക്ലാസ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്കാൻ ചെയ്ത കോപ്പി ഞാൻ ഓൾറെഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കൂടുതൽ അത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. യാതൊരു ബുദ്ധിമുട്ടില്ല, എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, ശരി, താങ്ക് യു.